വേഗം വരുന്നതിനായ യേശുക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ ഭാവനയുടെ പേര് ആശ്വാസഭവനം. പ്രിയപ്പെട്ട ഓർപ്പ ചേച്ചിക്ക് ബേത്ലഹേമിൽ നിന്ന് രൂത്ത് അനിയത്തി എഴുതുന്ന കത്ത്. സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം ചേച്ചിയെപ്പറ്റി ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഞാൻ ചേച്ചിയെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം അന്വേഷിച്ചായിരുന്നു, എന്നാൽ എനിക്ക് ലഭിച്ചില്ല. പിന്നെ ചേച്ചി ഇവിടുത്തെ വിശേഷങ്ങൾ പറയട്ടെ. ഞാൻ നമ്മുടെ ദേശവും ആൾക്കാരും എല്ലാം വിട്ട് വന്നതിന് ശേഷം കുറേയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ടും ആശ്രയിച്ചതുകൊണ്ടും ഞാൻ സങ്കടപ്പെട്ടില്ല. പിന്നെ ഇവിടെ ഭാഗ്യവശാൽ ബോവസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വയലിലാണ് ഞാൻ ആദ്യം ജോലിക്ക് പോയത്. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. കള പറിക്കാനാണ് ആദ്യം പോയത്. എല്ലാ ദിവസവും ഞാൻ പോയി കള പറിക്കുകയും എനിക്ക് അവിടുത്തെ വയലിൽ നിന്ന് യവം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പട്ടിണി കിടന്നിരുന്നില്ല. പിന്നെ ചേച്ചി, നമ്മുടെ ദൈവത്തെ പോലെയല്ല ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കരുതലുകളും സ്നേഹവും ഞാൻ ദിനംപ്രതി അനുഭവിച്ചു. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്തു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബോവസ് എന്ന അദ്ദേഹം എന്നോട് വളരെ ദയയുള്ള ആളായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹം എന്നെ വീണ്ടെടുക്കുകയും എന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഞാൻ അന്നെടുത്ത തീരുമാനം തെറ്റായി പോയില്ല എന്ന് തോന്നി. നമ്മുടെ ജനത്തെയും ദേശത്തെയും വിട്ട് അറിയാത്ത ദേശത്ത് വന്നതുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി. ചേച്ചിയുടെ വിശേഷം എന്താണ്? വിവാഹം കഴിഞ്ഞോ? ഇസ്രായേലിൻ്റെ ദൈവം ജാതികളായ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. സമയക്കുറവ് പോലും എൻ്റെ കത്ത് ചുരുക്കുന്നു. ആ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ചേച്ചിക്ക് അനുഭവിപ്പാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മശിഹായുടെ വരവിന് വേണ്ടി നമുക്കെല്ലാം ഒരുങ്ങാം. അമ്മയുടെ അന്വേഷണം പറയുന്നു എന്ന് ക്രിസ്തു യേശുവിൽ പ്രിയ അനുജത്തി രൂത്ത്.